ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇന്നത്തെ പ്രബോധനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുക. തൻ്റെ വേർപാടിനെ കുറിച്ച് ഈശോ പറയുന്നു, ഇനി അധികം നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല. ഞാൻ എൻ്റെ അയച്ചവൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാൻ ഞാനിപ്പോൾ നിങ്ങളോട് വിട പറയുന്നു. തൻ്റെ ആഗമന ഉദ്ദേശവും തൻ്റെ പ്രബോധനത്തിൻ്റെ ഗൗരവവും കൃത്യമായി തിരിച്ചറിയുന്ന ഈശോ തനിക്ക് നിയോഗിക്കപ്പെട്ട ഒരു കാലാവധി പൂർത്തിയായി ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം യേശു മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നത് ഏറെ ഗൗരവത്തോടെ നാം ധ്യാനിക്കേണ്ടതാണ്. തൻ്റെ മരണവിനാഴിക മുൻകൂട്ടി കൃത്യമായി അറിഞ്ഞുകൊണ്ടുള്ള മനുഷ്യാവതാരം, എന്ത് ഉദ്ദേശത്തിന് വേണ്ടി താൻ ഈ ലോകത്തിലേക്ക് വന്നു ആ ഉദ്ദേശം നിറവേറ്റി മടങ്ങിപ്പോകണം. താൻ വന്നത് മറ്റുള്ളവർക്ക് സ്വർഗം കൊടുക്കാൻ, ആ സ്വർഗത്തിലേക്ക് അർഹതയുള്ളവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാൻ, ആ സ്വർഗരാജ്യത്തിൻ്റെ നിയമാവലിയും ആ സ്വർഗരാജ്യത്തിൻ്റെ പ്രായോഗികതയും അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത് ഈശോ തൻ്റെ ദൗത്യ നിർവഹണം പൂർത്തിയാക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകേണ്ടിയിരിക്കുന്നു. വളരെ സംശയാലുക്കളായി മാറി കൃത്യമായി ഒന്നും മനസ്സിലാക്കാനാവാത്ത യഹൂദ ജനത ഇവൻ എവിടേക്കാണ് പോവുക? ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറിപ്പാർക്കുന്ന യഹൂദരുടെ ഇടയിൽ അവരുടെ വിമോചനത്തിന് വേണ്ടിയാണ് പോവുക എന്നൊക്കെയുള്ള സംശയം അവിടെ നിലനിൽക്കുകയാണ്. ക്രിസ്തുനാഥൻ തൻ്റെ ദൗത്യം നിറവേറ്റി കടന്നു പോകുന്നു എന്ന ഗൗരവമായ പരാമർശം, അതാണ് നമുക്ക് ധ്യാന വിഷയമാകേണ്ടത്. ഈ ലോകത്തിൽ നമുക്കൊക്കെ ഒരു ആഗമന ഉദ്ദേശമുണ്ട്, നമ്മുടെ വരവിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു നിയോഗമുണ്ട്. അത് പൂർത്തിയാക്കുക എന്നത് ഏറെ ശ്രദ്ധയോടെ നാം ചെയ്യേണ്ട കാര്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ ക്രൈസ്തവ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക, അവൻ കാണിച്ചു തരുന്ന വഴികളിലൂടെ അവൻ പറയുന്നവയൊക്കെ ചെയ്ത് കൃപയുടെ മനുഷ്യരായിട്ട് ജീവിച്ച് അവന് സാക്ഷി നൽകി കടന്നു പോവുക എന്നത് നമ്മുടെയും നിയോഗമാണ്. ആ തിരിച്ചറിവോടെ ദൈവത്തെ മുറുകെ പിടിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ വരും. താൻ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ താൻ ശിഷ്യർക്കായി പങ്കുവച്ച് വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ഈശോ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ആഹ്വാനം ചെയ്ത, അവിടുന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധാത്മാവാണ് പന്തക്കുസ്ത നാളിൽ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യരുടെയും മേൽ വന്നണഞ്ഞത്. ആ പരിശുദ്ധാത്മാവ് അവരെ പ്രോജ്വലിപ്പിച്ചു. അവരുടെ ഹൃദയങ്ങളിലെ ആത്മാവിനെ അത് പകിട്ടുള്ളതാക്കി മാറ്റും. പുതുജീവൻ നേടിയതുപോലെ ഈശോയെ പ്രഘോഷിച്ച ശിഷ്യന്മാരുടെ നാവുകളിലൂടെ, പേടിത്തൊണ്ടന്മാരായ ഭയന്നൊളിച്ചിരുന്ന ശിഷ്യന്മാരുടെ നാവിലൂടെ ദൈവവചനം അനർഘളമായി ഒഴുകിയപ്പോൾ ആയിരങ്ങളാണ് ഓരോ ദിവസവും സുവിശേഷ മാർഗത്തിലൂടെ കടന്നു വന്നത്. അവരെല്ലാവരും യേശു മാർഗം സ്വീകരിച്ചു. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച, സ്ഥൈര്യലേപനത്തിലൂടെ ആ ആത്മാവ് പ്രോജ്വലിപ്പിക്കപ്പെട്ട, ഓരോ കുദാശയിലൂടെയും വീണ്ടും വീണ്ടും ആത്മാവ് കത്തിജ്വലിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ക്രിസ്ത്യാനി തന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ശക്തി തിരിച്ചറിയണം. ആ ആത്മാവിനെ കൂടുതൽ ജ്വലനത്തോടെ നിർത്താൻ വേണ്ടി അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം. ആ അഭിഷേകത്തിൻ്റെ തണലിൽ, നിറവിൽ നിലകൊള്ളാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഉപരി നന്മകൾക്ക് വേണ്ടി ആഗ്രഹിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിക്കാം.
ആത്മാവെ പറന്നിറങ്ങണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ എന്ന് ഏറ്റവും ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.